ലോക്കൽ ഫോക്കസിലേക്ക് വിശദമായി ഓണം ആഘോഷിച്ച മലയാളികൾ. സമൃദ്ധിയുടെ ഒരു തിരുവോണം കൂടി ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മലയാളികൾ. ലോകത്തിന് പകർന്നു നൽകിയ സമത്വത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉറപ്പിക്കുന്നതായിരുന്നു ഇക്കൊല്ലത്തെ ആഘോഷങ്ങളും. കേരളത്തിലും മറുനാട്ടിലും വീടുകളിലും തൊഴിലിടങ്ങളിലും മലയാളികൾ ഓണം ആഘോഷമാക്കി. പൂക്കാലം ചേലണിയും ആവണി വരവായി, മഴവില്ലോണക്കോടികളിൽ ചാരുത നിറവായി, നറുചിരിയുടെ നേരോടെ കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെയെല്ലാം സമന്മാരായി കണ്ട മഹാബലിയുടെ സദ്ഭരണകാലത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് മലയാളികൾ. ഐതിഹ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഓണം മലയാളിക്ക് ജാതിമത ഭേദമന്യേയുള്ള ഉത്സവമാണ്. ആടിയും പാടിയും സദ്യയുണ്ടും നാടാകെ ആഘോഷം. തിരുവോണ ദിനത്തിന് ആവേശമായി ഓണക്കളികളും ഓണത്തെല്ലും. ഗുരുവായൂർ, ശബരിമല, തൃക്കാക്കര, ആറന്മുള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും ഓണസദ്യക്കുമായി ആയിരങ്ങളാണ് എത്തിയത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല് സമർപ്പണം നടന്നു. മറുനാടുകളിൽ മലയാളി ഉള്ളിടത്തെല്ലാം ഓണം കെങ്കേമമായി. ന്യൂസ് ഡെസ്ക് 24. പ്രവാസികളും തിരുവോണം ആഘോഷിച്ചു. അവധിയായതിനാൽ സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടി സദ്യ ഉണ്ടാക്കിയായിരുന്നു ആഘോഷം. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എല്ലാവർക്കും ഓണാശംസകൾ. പ്രവാസ ലോകത്തും ഓണാഘോഷങ്ങൾ പൊടിക്കുകയാണ്. ഈ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഇന്ന് ഇരട്ടി മധുരമുള്ള ദിവസമാണ്. കാരണം സാധാരണ തിരുവോണ ദിവസങ്ങളിൽ പ്രവാസ ലോകത്ത് അവധി ലഭിക്കാറില്ല. പ്രവൃത്തി ദിവസങ്ങളിലാണ് ഈ ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളെല്ലാം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസി മലയാളികൾക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കാറില്ല. വൈകുന്നേരങ്ങളിലൊക്കെ വീടുകളിലെത്തി ആഘോഷിക്കും, അല്ലെങ്കിൽ ലീവ് എടുത്തൊക്കെ ആഘോഷിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് നബിദിനത്തിൻ്റെ അവധി ലഭിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് വീക്കെൻഡ് അവധികൾ വരികയാണ്. അപ്പോൾ പ്രവാസികൾക്ക് തിരുവോണ ദിവസം അറിഞ്ഞ് ആഘോഷിക്കാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. വീടുകളിലെല്ലാം കൂട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ചേരുക, ബന്ധുക്കൾ എല്ലാവരും ഒരുമിച്ച് ചേരുക, പരസ്പരം ഒത്തുചേർന്ന് സദ്യ ഉണ്ടാക്കുക, അതിൻ്റെ എല്ലാം തിരക്കിലാണ് ഇവിടെയുള്ളത്. ഞാനിപ്പോൾ ഒരു പ്രവാസ ലോകത്തുള്ള ദുബായിലെ കരാമയിലുള്ള ഒരു വീട്ടിലാണ് ഉള്ളത്. ഇവിടെ എന്തൊക്കെയാണ് ഓണാഘോഷ പരിപാടികൾ എന്ന് നമുക്ക് നോക്കാം. ആളുകൾ എല്ലാവരും തന്നെ ഒത്തുചേർത്തിട്ടുണ്ട്. ഓണാശംസകൾ. സാധാരണ ഈ പ്രവാസികൾ പറയുന്നുണ്ട് പുറത്തുനിന്ന് സദ്യ വാങ്ങിക്കാറാണ് പതിവ്. എത്ര കൂട്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് എണ്ണിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൈവിട്ട് പോയേക്ക് അത്രയ്ക്ക് സാധനങ്ങളുണ്ട് ശരിക്കും. നിങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണോ? വർഷങ്ങളായി ഇവിടെ ഒരുമിച്ചാണോ ഇങ്ങനത്തെ ആഘോഷങ്ങൾ? എല്ലാ അടുത്ത സുഹൃത്തുക്കളാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. മാത്രമല്ല ഞങ്ങൾ ഒരേ സംഘടനയാണ്. അപ്പം തീർച്ചയായിട്ടും വേൾഡ് മലയാളി കൗൺസിൽ എന്നുള്ളതിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ ഞങ്ങളൊരു ഒത്തുകൂടലാണ് ശരിക്കും. എവിടെയാണ്? നാട്ടിലെവിടെയാ? എത്ര വർഷമായി? തിരുവല്ലയാണ്. ഇവിടെ വന്നിട്ട് 33 വർഷമായി. ഞങ്ങൾ ഈ ഓണത്തിൻ്റെ ഈ പരിപാടികൾക്കായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങൾ മാർക്കറ്റിലായിരുന്നു. 33 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലയളവാണ് പ്രവാസി ലോകത്ത്. അപ്പോൾ മുമ്പ് നാട്ടിൽ പോകാറുണ്ട് ഓണത്തിന്? ഇവിടെയാണോ അല്ലെങ്കിൽ നാട്ടിലാണോ? ഏകദേശം 10 ഓണം നാട്ടിൽ നടന്നു. ബാക്കി എല്ലാ ഓണങ്ങളും ഇതുപോലെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടായിരുന്നു ഇതുവരെ നടത്തുന്നത്. ഇവിടെയാണ് യഥാർത്ഥ ഓണം. ഇവിടെയാണ് യഥാർത്ഥ ഓണം. എന്താണ് ഓണത്തിന്? ഓണത്തിന് ഞാൻ കണ്ണൂരാണ്. നാട്ടിൽ പോലും വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് വെളിയിൽ പോകാൻ നിന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നിർബന്ധമായിട്ട് വരണം, നമ്മളിങ്ങനെ ഓണസദ്യയിൽ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എന്നെ സമയത്ത് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു നിർബന്ധമായിട്ടും പപ്പടം കാച്ചാനും കൊണ്ടാട്ടം മുള്ളിടാനും ഉണ്ടാക്കാനും നിങ്ങൾ വരണം. ശരിക്കും അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ? അല്ല അത് എൻ്റെ വൈഫ് നല്ല കുക്കാണ്. അപ്പോൾ അതാകുമ്പോൾ മടിയാണ്. അപ്പം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കും. പലതരത്തിലുള്ള ഓണാഘോഷങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ പരിപാടി നടക്കട്ടെ. അപ്പോഴത്തെ ആഘോഷം നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങി ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ പിന്നെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം പൂക്കളം ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ തുടങ്ങി. ആൻഡ് മൈ ഫ്രണ്ട്സ് എല്ലാവരും വന്നു, ഞങ്ങൾ തുടങ്ങി. ഇത് ആരുടെയാ? ഈ ഡിസൈൻ ആരുടെയാണ്? ഡിസൈൻ നമ്മളെല്ലാം ഒരു കോമൺ ആയിട്ട് എടുത്തു. നേരത്തെ തീരുമാനിച്ചതാണോ ഈ ഡിസൈൻ? നമ്മൾ ആദ്യമേ ഓണം ആകുമ്പോഴത്തേനും തീരുമാനിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻസ്, പൂ എവിടെ നിന്ന് വാങ്ങണം, എന്ത് ഡിസൈൻസ്. അതാണല്ലോ നമ്മുടെ ഓണത്തിന്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്.
എത്ര വർഷമായി യു എയിൽ ഓണം യു എയിൽ ഓണം ഞാൻ ഓൾമോസ്റ്റ് ഒരു 16 വർഷമായി. ഈ പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ആഘോഷമാണല്ലോ ഈ ഓണം. തീർച്ചയായും. അങ്ങനെ അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് കുട്ടികളുണ്ട്, കുട്ടികളുടെ ഓണം പ്രവാസ ലോകത്ത്. ഇവിടുത്തെ കുട്ടികളുടെ ഓണം എങ്ങനെയാണ്? ശരിക്കും നാട്ടിൽ പോകാറുണ്ടോ? എങ്ങനെയാണ് ഓണത്തിൻ്റെ വൈബ്? ഒരു രസമുണ്ട്, ഒരു ഫണ്ണായിട്ട് ഇരിക്കുകയാണ്. അതല്ലേ. ഇനിയിപ്പോൾ ഇന്ന് തിരുവോണം മുതൽ അടുത്ത ക്രിസ്മസ് വരെ ഇവിടെ ഓണാഘോഷമുണ്ട്. അതാണ് പ്രവാസികളുടെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകതയും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഒരു മാസം നീണ്ടു നിൽക്കുന്ന അമേരിക്കൻ മലയാളികളുടെ ആഘോഷങ്ങൾക്ക് പ്രധാന നഗരങ്ങളിൽ തുടക്കമായി. ഓണച്ചിത്രം കാണാൻ ലാലേട്ടനും സദ്യ വിളമ്പാൻ പഴയിടം മോഹനൻ നമ്പൂതിരിയും എത്തിയതിന്റെ ആവേശത്തിലായിരുന്നു അമേരിക്കൻ മലയാളികൾ. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ അമേരിക്കൻ ഓണവിശേഷങ്ങളിലേക്കാണ് ഇനി. അമേരിക്കൻ മലയാളികളുടെ ലാലേട്ടന്റെ വരവോടെയാണ് അമേരിക്കയിലെ ഓണാഘോഷത്തിന് തുടക്കമായത്. ഓണച്ചിത്രമായ ഹൃദയപൂർവ്വം അദ്ദേഹം ന്യൂജേഴ്സിയിൽ ആരാധകർക്കൊപ്പം ഇരുന്നു കണ്ടു. വലിയൊരു ഭാഗ്യം, വലിയ ഭാഗ്യം. ഫാമിലിയായിട്ട് അദ്ദേഹത്തോടൊപ്പം ഹൃദയപൂർവ്വം സിനിമയിൽ പാടിയ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ നവനീത് ഉണ്ണികൃഷ്ണനും പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടു നീ. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കായി കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരും എത്തിച്ചേർന്നു. വാഴയിലയുടെ വില 200 രൂപയാണെങ്കിലും ഇലയിലായിരിക്കും മിക്ക സംഘടനകളും സദ്യ വിളമ്പുക. കാലിഫോർണിയയിലെ മങ്കയുടെ ഓണസദ്യ തയ്യാറാക്കിയത് പഴയടം മോഹനൻ നമ്പൂതിരിയായിരുന്നു. അടിപൊളിയായിരുന്നു. 3000 പാർട്ടിസിപ്പൻസ് ആണ്. 1000 മുകളിൽ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചു പോയി. ടൈംസ് സ്ക്വയർ ഉൾപ്പെടെ അമേരിക്കയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാവേലിയെ കാണുവാൻ സാധിക്കും. ഓണം റീലുകൾ എടുക്കുന്ന തിരക്കിലാണ് യുവതലമുറ. ഓണം വന്നതോടെ വടംവലി മത്സരങ്ങളും പ്രധാന നഗരങ്ങളിൽ വമ്പൻ സമ്മാനത്തുകയുമായി നടത്തപ്പെട്ടു. സോഷ്യൽ ക്ലബിന്റെ മെഗാ സ്പോൺസറായ അടികണ്ട മൂർഖന്റെ പകയും വെടികണ്ട കൊമ്പന്റെ പരാക്രമവും കെടികണ്ട കുറുനരുടെ കൂർമ്മബുദ്ധിയും കടമെടുത്തുകൊണ്ട് ഇന്നീ മണ്ടിയിൽ 3ാം സ്ഥാനക്കാർ ആരെയെന്നറിയുവാൻ ഭവനങ്ങളിലും സ്വന്തമായി കൃഷി ചെയ്ത പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള സദ്യയായിരിക്കും ഒരുക്കുക. ഓണം കഴിഞ്ഞാലും മാവേലി പോകുവാൻ മടിച്ചു നിൽക്കുന്ന അമേരിക്കയിൽ നിന്ന് ഓണാശംസകളോടെ മധു കൊട്ടാരക്കര, 24. ഓണപ്പാട്ടുകളുടെ കൂടി കാലമാണ്. നമ്മൾ ക്രിയേഷൻസിന്റെ ബാനറിൽ ലിജോഷ് വേഴപ്പള്ളി രചിച്ച് ജോസഫ് മാടശ്ശേരി സംഗീതം പകർന്ന തുമ്പപ്പൂ വേണം മന്ദാരപ്പൂ വേണം എന്ന ഗാനം ഇതിനകം മലയാളക്കരയിൽ തരംഗമായി. ബിന്ദു, ഗീതു, നീതു, ജസീന്ത, ഫെമിന, സിനി, സിൽജി, റോസ്മേരി എന്നിവരാണ് ഗായികമാർ. തിരുതാളിപ്പൂവിന്റെ ചെല്ലും വേണം
തിരുവോണദിനത്തിൽ പ്രേക്ഷകർക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കി 24-ഉം തിരുവോണദിന പ്രത്യേക പരിപാടിയായ തിരുവോണത്തോണിയിൽ അവതാരകർ ഒന്നിച്ചണിനിരന്നു. നിരവധി കലാകാരന്മാരും 24-ന്റെ ഓണക്കാഴ്ചകൾക്ക് മാറ്റുകൂട്ടി. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ലോകമെമ്പാടും ഇരുന്ന് ഈ തിരുവോണത്തോണി എന്നുള്ള പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. വിഭവസമൃദ്ധമായ സദ്യയുമായാണ് 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് 24 തത്സമയം തിരുവോണത്തോണി അടുപ്പിച്ചത്. പാട്ടും ആട്ടവും കലാപ്രകടനങ്ങളുമൊക്കെയായി ഓണം വൈബ് ഉച്ചസ്ഥായിയിലെത്തി. ഗായകൻ നവനീത് ഉണ്ണികൃഷ്ണൻ അമേരിക്കയിൽ നിന്ന് 24-നൊപ്പം തിരുവോണത്തോണിയിൽ ചേർന്നു. അനീസ് മുഹമ്മദ് എന്ന പ്രേക്ഷകൻ SKNനെ മാവേലിയാക്കി സൃഷ്ടിച്ച AI വീഡിയോ കൗതുകമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സകുടുംബമാണ് 24-നൊപ്പം ചേർന്നത്. SKക്കും കുടുംബത്തിനും ഇത് പങ്കെടുത്ത എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും ഹൃദയം, അതോടൊപ്പം തന്നെ 24-ന്റെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. പാഴ്വസ്തുക്കളിൽ നിന്ന് സംഗീതം തീർക്കുന്ന തൃശൂർ സ്വദേശികളായ കുട്ടി കലാകാരന്മാരുടെ സംഘം ഡബ്ബ ബീറ്റ് ഒരുക്കിയ സംഗീത വിരുന്ന് ഓണത്തോണിക്ക് പകിട്ടുകൂട്ടി. കിഴക്കേ കടുങ്ങല്ലൂർ നരസിംഹ ചൈതന്യ അവതരിപ്പിച്ച പുതിയ കാല കൈകൊട്ടിക്കളിയും കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാടൻപാട്ട് കലാസംഘവും ആവേശം ഇരട്ടിയാക്കി. പ്രജിൻസി കണ്ണൻ എഴുതി സംഗീതം പകർന്ന് പാടി അഭിനയിച്ച തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം കൂടിയായപ്പോൾ ഓണം മൂഡ് ഉഷാർ. മാവേലി നാടാകെ ആഘോഷത്തിരതാളം, നാടെല്ലാം പൂത്തുലഞ്ഞ് പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. ന്യൂസ് ഡെസ്ക് 24. ഓണപ്പുലരി എന്ന ഗാനവുമായി ഓണത്തെ വരവേൽക്കുകയാണ് അമേരിക്കയിലെ ടെക്സസ് ഡാലസിലെ മലയാളികൾ. ഗ്രാഫാമി മലയാളികൾ തയ്യാറാക്കിയ ഗാനം രചിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റി അംഗമായ ബിനിത പ്രവൻ കുന്നോത്താണ്. സംഗീതം നൽകിയത് നാദം മുരളി കണ്ണൂർ. അദീത് ഭാസ്കറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗ്രാഫാം കേരളൈറ്റ്സ് ആണ് ആൽബത്തിന് നിർമ്മാതാക്കൾ. പൊന്നോണപ്പുലരി വിരിഞ്ഞു, തിരുവോണം വന്നു പിറന്നു, മലയാള പുകഴിൻ നാട്ടിൽ ഓണത്തിൻ മേളമൊരുങ്ങി. പൊന്നോണപ്പുലരി വിരിഞ്ഞു, തിരുവോണം വന്നു പിറന്നു, മലയാള പുകഴിൻ നാട്ടിൽ ഓണത്തിൻ മേളമൊരുങ്ങി. വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിച്ചു. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മഹലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്രയും മൗലിക് സദസ്സുകളും സംഘടിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷികമാണ് ഇക്കുറി. നീതിബോധവും ലാളിത്യവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ പള്ളികളിൽ മൗലീദ് പാരായണം ആരംഭിച്ചു. ദഫ്, അറബന തുടങ്ങിയ കലാപ്രകടനങ്ങളുടെ അകമ്പടിയോടെ നബിദിന ഘോഷയാത്രകൾ പ്രൗഢമായി. ഘോഷയാത്രയെ സ്വീകരിക്കാൻ പലയിടത്തും തിരുവോണ നാളിൽ മാവേലി എത്തിയത് ആഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കി. ഈ വർഷത്തെ നബിദിനത്തിന് ഇരട്ടി സന്തോഷമുള്ള, ശരിക്കും പഴയ കാലത്തെ ഒരു സ്നേഹം ശരിക്കും ഈ ഒരു ആഘോഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓണവും നബിദിനവും മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് എന്ന പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ആഘോഷമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോഴിക്കോട് നടന്ന നബിദിന റാലിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, MK രാഘവൻ MP തുടങ്ങിയവർ പങ്കെടുത്തു. 24 തിരൂർ.
സംഗീത മേഖലയിൽ ഉൾപ്പെടെ AI-യുടെ വരവിൽ പേടിയുണ്ടെന്ന് ഗായിക KS ചിത്ര. പക്ഷേ മാറ്റങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനാണ് ശ്രമിക്കാറുള്ളത് എന്ന് KS ചിത്ര പറഞ്ഞു. നാളെ നടക്കുന്ന സംഗീത പരിപാടിക്ക് മുന്നോടിയായി ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KS ചിത്ര. പാട്ടിലും സിനിമയിലും ഉൾപ്പെടെ നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ വരവിൽ പേടിയുണ്ടെന്ന് മലയാളത്തിന്റെ പ്രിയ ഗായിക KS ചിത്ര പറഞ്ഞു. പാട്ടിലും സിനിമയിലുമൊക്കെ നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ വരവിനെക്കുറിച്ച് ചോദ്യത്തിന് ഉത്തരമായാണ് ചിത്ര ആശങ്ക പങ്കുവച്ചത്. എല്ലാ മേഖലകളിലും മാറ്റമുണ്ട്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാണ് ശ്രമിക്കാറുള്ളതെന്നും ചിത്ര പറഞ്ഞു. പേടിയുണ്ട് സത്യം പറഞ്ഞ. നമ്മുടെ നാളെ ഫ്യൂച്ചർ എന്താന്നുള്ള അറിയില്ല. ഇപ്പൊ തന്നെ പഴയ ഫോട്ടോ ഒക്കെ എന്താ പറയണ്ടേ, ഒരു വിധത്തിൽ അത് ഒരു പുതുമയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ഇമോഷൻസുമായിട്ട് അത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അത് വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം മരിച്ചുപോയ ഒരാളിനെ മുമ്പിൽ കൊണ്ട് നിർത്തി സംസാരിപ്പിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പുതുതലമുറയിലെ ഗായകർ പല കാര്യങ്ങളിലും പ്രചോദനമായിട്ടുണ്ട്. വേദിയിൽ സംസാരിക്കാൻ ഒരു കാലത്ത് തനിക്ക് പേടിയായിരുന്നു. പുതിയ പാട്ടുകാരിൽ നിന്നാണ് അത്തരം കാര്യങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടതെന്നും ചിത്ര പറഞ്ഞു. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗായിക ദുബായിലെത്തുന്നത്. മകളുടെ മരണശേഷം ദുബായിലേക്കുള്ള യാത്ര ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ഇവിടെയുള്ള പ്രവാസി മലയാളികളുടെ സ്നേഹം അതെല്ലാം മറന്നുപോകാൻ കാരണമായെന്നും ചിത്ര പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ബാഡ് ഫേസ് നടന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ എനിക്ക് ദുബായോടൊരു വരണ്ടാന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, അവരുടെ എന്താ പറയണ്ട, വീണ്ടും വരണം എന്നുള്ള, അങ്ങനെയാണ് ഞാൻ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് വന്നതാണ് രണ്ടാമത്. പക്ഷേ 2 കൈയും നീട്ടി സ്വീകരിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. 24 ദുബായ്. രൂപയുടെ തകർച്ച കാരണം UAE ദിർഹം അടക്കമുള്ള ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് വീണ്ടും ഉയർന്നു. ഇന്ന് രാവിലെ 24 രൂപ എന്ന നിലയിലേക്കാണ് UAE ദിർഹത്തിന്റെ വിനിമയ നിരക്ക് ഉയർന്നത്. നാട്ടിലേക്ക് പണം അയക്കാനുള്ള തിരക്കിലായിരുന്നു പ്രവാസികൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണ് ഗൾഫ് പ്രവാസികൾക്ക് ലഭിക്കുന്നത്. ഒരു ദിർഹത്തിന് 24 രൂപയിലധികമാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന പ്രവാസികളുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ട്. ശമ്പള ദിനം വന്നെത്തിയതും ഇന്ത്യയിലേക്കുള്ള പണമിടപാട് വർദ്ധിക്കാൻ കാരണമായി. ഈ വർഷം ആദ്യ പകുതിയിൽ ഇന്ത്യയിലേക്ക് അയച്ച പണത്തിന്റെ അളവ് 20% വർദ്ധിച്ചതായി വിവിധ എക്സ്ചേഞ്ച് ഹൗസുകളും അറിയിച്ചു. ഈ മാസം അവസാനത്തോടെ പണമിടപാടുകളുടെ എണ്ണം 10% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇത് 15 മുതൽ 20% വരെ കൂടിയേക്കും. വരും ദിവസങ്ങളിലും വിനിമയ നിരക്കിലെ മാറ്റം തുടരുമെന്ന് തന്നെയാണ് ധനകാര്യ വിദഗ്ധർ പറയുന്നത്. 24 ദുബായ്. 2 ദിവസത്തെ ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനി മടങ്ങി. ഒമാൻ സുൽത്താനുമായി ഇറാഖ് പ്രധാനമന്ത്രി ഔദ്യോഗിക ചർച്ചകൾ നടത്തി. ഒമാനും ഇറാഖും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി 2 കരാറുകളിലും 24 ധാരണാപത്രങ്ങളിലുമാണ് ഒപ്പുവെച്ചത്. ഇറാഖ് പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് ഷിയ അൽ സുദാനിയുടെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചത്. ഇരട്ട നികുതി ഒഴിവാക്കൽ, വരുമാനത്തിലും മൂലധനത്തിലുമുള്ള നികുതി വെട്ടിപ്പ് തടയൽ, നയതന്ത്ര പ്രത്യേക സേവന പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് പരസ്പര വിസ ഇളവുകൾ തുടങ്ങിയവയാണ് കരാറുകളിൽ വരുന്നത്. സലാലയിലെ അൽ ഹുസൈൻ കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഊർജ്ജ നിക്ഷേപം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഒമാനും ഇറാഖും തമ്മിലുള്ള സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. റോയൽ വിമാനത്താവളത്തിൽ പ്രസിഡന്റിനും പ്രതിനിധി സംഘത്തിനും നൽകിയ യാത്രയപ്പിന് പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് നേതൃത്വം നൽകി. 24 ഒമാൻ. നബിദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് 341 തടവുകാർക്ക് മോചനം നൽകി. ഇവരിൽ പ്രവാസികളും ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. വ്യത്യസ്ത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട തടവ് അനുഭവിച്ചവരാണ് നബിദിനത്തിൽ സുൽത്താന്റെ കാരുണ്യത്തിൽ മോചിതരാകുന്നത്. ഇവിടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.